നമസ്കാരം, എല്ലാവർക്കും ജിംനി എക്സ്പ്ലോററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ പോകുന്നത് കർണാടകയിലുള്ള ഹിമവത് ഗോപാലസ്വാമി ടെമ്പിളിലേക്കാണ്. കർണാടകയിലെ ചാമരാജനഗർ ഡിസ്ട്രിക്റ്റിലെ ഗുണ്ടൽപേട്ട് താലൂക്കില് ഗുണ്ടൽപേട്ടിൽ നിന്ന് ബന്ദിപ്പൂരിലേക്ക് ഏതാണ്ട് 16 കിലോമീറ്ററോളം ബന്ദിപ്പൂർ റോഡിൽ യാത്ര ചെയ്താലാണ് ഇങ്ങോട്ട് പോകാൻ കഴിയുക. സമുദ്രനിരപ്പിൽ നിന്ന് ഏതാണ്ട് 4760 അടി മുകളിലുള്ള ഒരു കുന്നിൻപുറത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇവിടേക്ക് പോകാനായിട്ട് ഈ കുന്നിൻ്റെ താഴെ വരെ മാത്രമേ നമുക്ക് പ്രൈവറ്റ് വാഹനത്തിലോ അല്ലെങ്കിൽ മറ്റ് വാഹനങ്ങളിലോ എത്താനായിട്ട് സാധിക്കുകയുള്ളൂ. ഇവിടെ നിന്ന് ഈ കുന്നിൻ്റെ മുകളിലേക്ക് കർണാടക ട്രാൻസ്പോർട്ട് ബസ്സിൽ മാത്രമേ പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. ഏതാണ്ട് 3-4 ബസ്സുകൾ ഇവിടെ സർവീസ് നടത്തുന്നുണ്ട് താഴെ നിന്ന് മുകളിലേക്ക് തിരിച്ച്. താഴെ നിന്ന് ഒരാൾക്ക് 70 രൂപയാണ് ടിക്കറ്റ്. അമ്പലത്തിനടുത്ത് വരെ മുകളിൽ വരെ കൊണ്ട് നിർത്തും. അപ്പോൾ നമ്മൾ മുകളിലെത്തിയിരിക്കുകയാണ്. ഇവിടെ വരെയാണ് കൊണ്ടുപോകുന്നത്. ഹെയർപിൻ ബണ്ട് കയറി മുകളിലേക്ക് വരുന്നത്. മുകളിൽ നിന്ന് നോക്കിയാൽ താഴേക്ക് മനോഹരമായ കാഴ്ചകളാണ് ക്ഷേത്രത്തിൽ വരുന്ന. കൂടാതെ തന്നെ ഈ മലമുകളിൽ നിന്ന് താഴേക്ക് നോക്കിയാലുള്ള കാഴ്ചകൾ കൂടി കാണുന്നതിന് വേണ്ടിയാണ് ഇവിടെ ടൂറിസ്റ്റുകൾ എത്തുന്നത്. നല്ല കാറ്റുള്ള ഒരു ഏരിയയാണിത്. രാവിലെ 8:30 മുതൽ 4:30 വരെ മാത്രമാണ് ഇങ്ങോട്ട് വരാനും പോകാനായിട്ട് കഴിയുകയുള്ളൂ. ഇവിടെ നിന്നുള്ള അവസാനത്തെ ബസ് 4:30ക്കാണ്, വൈകുന്നേരം 4:30ക്കാണ് താഴേക്ക് ഇറങ്ങുന്നത്. ബന്ദിപ്പൂർ വനമേഖലയോട് ചേർന്നിരിക്കുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ വന്യമൃഗങ്ങൾ ധാരാളമായിട്ടുള്ള സ്ഥലമാണ് രാത്രിയെല്ലാം ആയിക്കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെ 4:30ക്ക് മുമ്പ് ഇവിടെ നിന്ന് താഴേക്ക് ഇറക്കാം. ഇവിടെ നിന്ന് തൊട്ടടുത്താണ് ബന്ദിപ്പൂർ സ്ഥിതി ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞു. ബന്ദിപ്പൂർ നാഷണൽ പാർക്കിലേക്ക് പോകുന്നവർക്ക് അവിടെ നിന്ന് അല്പം കൂടി സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഈ സ്ഥലം കൂടി കാണാവുന്നതാണ്. അടുത്തുള്ളത് ഗുണ്ടൽപേട്ട് ടൗൺ ആണ്. അതുപോലെ തന്നെ മൈസൂർ സിറ്റി, ഏതാണ്ട് 75 കിലോമീറ്ററാണ് ഇവിടെ നിന്ന് മൈസൂർ സിറ്റിയിലേക്കുള്ളത്. താഴെ നിന്ന് വരുമ്പോൾ തന്നെ പ്രത്യേകം നിർദ്ദേശിക്കുന്നു, വീഡിയോ ക്യാമറ, പ്രൊഫഷണൽ ക്യാമറയൊന്നും ഇങ്ങോട്ട് അലോട്ട് ചെയ്യില്ല. മൊബൈൽ ഫോണിലുള്ള വീഡിയോകൾ മാത്രം ചിത്രീകരിക്കാം. അതുമാതിരി ഫോട്ടോയും മൊബൈൽ ഫോണിൽ മാത്രം. പ്രൊഫഷണൽ ക്യാമറയൊന്നും മുകളിലേക്ക് കൊണ്ടുവരാനായിട്ട് അനുവദിക്കില്ല. ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ നമ്മൾ മൊബൈൽ ക്യാമറയൊന്നും ഉപയോഗിച്ചിട്ടില്ല. മുകളിൽ നിന്നുള്ള കാഴ്ചകൾ തന്നെയാണ് ഇവിടെ എടുത്തു പറയേണ്ടത്. താഴെ കാണുന്ന ആ ഗ്രാമത്തിൽ നിന്നാണ് നമ്മൾ ഇങ്ങനെ മുകളിലേക്ക് വന്നത്. ഞങ്ങളിവിടെ എത്തിയപ്പോൾ ഏതാണ്ട് ഉച്ചസമയമായിരുന്നു. ഇവിടെ അമ്പലത്തിൽ പ്രത്യേകിച്ച് നട അടയ്ക്കുന്നു അങ്ങനെ പ്രത്യേകിച്ച് സമയമൊന്നും കണ്ടില്ല. കാരണം ഒരു ടൂറിസ്റ്റ് സ്റ്റേഷനായിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാവിലെ 8:30 മുതൽ വൈകിട്ട് 4:30 വരെ ഇവിടേക്ക് കണ്ടിന്യൂസ് ആയിട്ട് ബസ് സർവീസ് ഉണ്ട്. അമ്പലത്തിൻ്റെ ഉള്ളിലും ഫോട്ടോ എടുക്കുന്നതിനുള്ള തിരക്ക് ഞങ്ങളവിടെ കണ്ടു. ഇതിനപ്പുറം ഉള്ള വിഗ്രഹം വെച്ചിരിക്കുന്ന അവിടെ മാത്രമാണ് ഫോട്ടോഗ്രാഫി തീർത്തും അനുവദിക്കാത്തത്. അമ്പലവും പരിസരമെല്ലാം വളരെ വൃത്തിയായി തന്നെ സൂക്ഷിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം.
ഞങ്ങളങ്ങനെ അമ്പലത്തിലെ മുകളിലത്തെ കാഴ്ചകളെല്ലാം കണ്ട് പതുക്കെ താഴേക്ക് ഇറങ്ങുകയാണ്. അടുത്ത ബസ്സിൽ തന്നെ താഴേക്ക് ഇറങ്ങാമെന്ന് വരുന്നു. വളരെയധികം ടൂറിസ്റ്റുകൾ വരുന്നതാണ്. കേരളത്തിൽ നിന്ന് തന്നെ വളരെയധികം ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്. താഴെ വളരെയധികം ബസ്സുകൾ നിർത്തുന്നതായിട്ട് കണ്ടു. പാർക്കിങ്ങിൽ ടൂറിസ്റ്റ് ബസ്സിൽ വരുന്നവരെല്ലാം വരുന്നതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് വരുന്ന ബസ്സിൽ കയറാനും ഇറങ്ങാനും വളരെ തിരക്കാണ്. ഈ വരുന്നതാണ് കർണാടക സ്റ്റേറ്റിൻ്റെ ബസ് ഇങ്ങോട്ട് സർവീസ് നടത്തുന്നത്. 2 ബസ് മുകളിലേക്കും 2 ബസ് താഴേക്കും കോൺവോയായിട്ട് ഇങ്ങനെ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ബസ്സിലിങ്ങനെ നമ്മൾ താഴേക്ക് ഇറങ്ങുമ്പോഴും മുകളിലേക്ക് കയറുമ്പോഴും സൈഡിൽ നല്ല മനോഹരമായ കാഴ്ചകളാണ്. വാഹനം പാർക്കിംഗ് നിൽക്കുന്നവരെ നല്ല സീനുകളെല്ലാം ഞാനിതിൽ കാണിച്ചിട്ടുണ്ട്. നമ്മളേതാണ്ട് അങ്ങനെ താഴെ പാർക്കിങ്ങിനടുത്ത് എത്താറായി. ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോയിൽ മറ്റൊരു സ്ഥലവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.